വാർത്തകൾ. ഷാരോണിനെ നാടിന്റെ കണ്ണീരിൽ കുതിർന്ന അന്ത്യാഞ്ജലി. ഷാരോൺ വധം പ്രതികൾ പോലീസ് പിടിയിലായി. ദേശക്കാരുടെ മനം കവർന്ന് മരുതിയൂർ നേർച്ച കാഴ്ചകൾ. വാർത്തകൾ വിശദമായി. മുല്ലശ്ശേരിയിലെ കണ്ണൻകാട് ദേശം കണ്ണീരോടെ ഷാരോണിനെ യാത്രാമൊഴി ചൊല്ലി. കണ്ണൻകാട് പ്രദേശവാസികൾക്ക് പ്രിയങ്കരനായിരുന്നു 24-കാരനായ ഷാരോൺ. അച്ഛനും അമ്മയും സഹോദരിയും അടങ്ങുന്ന കുടുംബത്തിന്റെ ഏക പ്രതീക്ഷയായ ഷാരോണിന്റെ കൊലപാതകം ബന്ധുക്കളെയും നാട്ടുകാരെയും ഒരുപോലെ ദുഃഖത്തിലാഴ്ത്തി. സ്കാനിംഗ് റൂമിൽ വെച്ച് അമ്മയെ കാണണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ച ഷാരോൺ തന്റെ ആഗ്രഹം പൂർത്തീകരിക്കാതെയാണ് വിട ചൊല്ലിയത്. വെള്ളിയാഴ്ച വൈകിട്ട് അമല ഹോസ്പിറ്റലിൽ നിന്നും ഷാരോണിന്റെ മൃതദേഹം പൂവത്തൂരിൽ എത്തി. വിലാപയാത്രയായാണ് കണ്ണൻകാടുള്ള വീട്ടുവളപ്പിൽ എത്തിച്ചത്. നൂറുകണക്കിന് നാട്ടുകാർ വിലാപയാത്രയിൽ പങ്കെടുത്തു. ഷാരോൺ ജോലി ചെയ്തിരുന്ന കൂമ്പുള്ളി പാലത്തിന് സമീപമുള്ള വെൽഡിംഗ് വർക്ക്ഷോപ്പിന് മുൻപിലെത്തിയപ്പോൾ വിലാപയാത്ര ഒരു നിമിഷം നിശ്ചലമായി. ഷാരോൺ അവസാനമായി താൻ ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തോടും നാടിനോടും യാത്ര പറഞ്ഞു. ഷാരോണിന്റെ മൃതദേഹം ശനിയാഴ്ച രാവിലെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒട്ടേറെ BJP RSS പ്രവർത്തകർ ഷാരോണിനെ അന്ത്യോപചാരം അർപ്പിക്കുവാൻ എത്തിയിരുന്നു. CPM പ്രവർത്തകരുമായുണ്ടായ വാക്കുതർക്കമാണ് ഷാരോണിന്റെ കൊലപാതകത്തിൽ കലാശിച്ചത്. BJP സംസ്ഥാന പ്രസിഡന്റ് V മുരളീധരൻ, ജില്ലാ പ്രസിഡന്റ് B ഗോപാലകൃഷ്ണൻ, ജില്ലാ ജനറൽ സെക്രട്ടറി A നാഗേഷ്, സംസ്ഥാന സമിതി അംഗം PM ഗോപിനാഥ്, BJP നേതാക്കളായ സുദർശനൻ, K ബാബു, P അരവിന്ദാക്ഷൻ, P ശിവൻ, ND ആര്യൻ, ജസ്റ്റിൻ ജേക്കബ്, ഷൈജൻ നമ്പനത്ത്, സർജു തോയ്ക്കാവ്, സുധീഷ് മേനോത്തുപറമ്പ് തുടങ്ങിയ നിരവധി പേർ അന്ത്യോപചാരം അർപ്പിച്ച് ഷാരോണിന്റെ സംസ്കാര ചടങ്ങിന് സാക്ഷിയായി. മുല്ലശ്ശേരിയിൽ BJP പ്രവർത്തകൻ ഷാരോൺ കുത്തേറ്റ് മരിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് 5 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഷാരോണിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് മുല്ലശ്ശേരി സ്വദേശികളായ 5 പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഒന്നാം പ്രതി കണ്ണറമ്പിൽ വീട്ടിൽ വത്സന്റെ മകൻ വിഷ്ണു 19 വയസ്സ്, രണ്ടാം പ്രതി നെടിയടത്ത് വീട്ടിൽ സുരേന്ദ്രന്റെ മകൻ രാഹുൽ 22 വയസ്സ്, മൂന്നാം പ്രതി കാമ്പ്രത്ത് ബാബുവിന്റെ മകൻ ശ്രീഗിൽ 20 വയസ്സ്, നാലാം പ്രതി കാടാട്ട് ഗോപിയുടെ മകൻ നിഖിൽ 23 വയസ്സ്, അഞ്ചാം പ്രതി വടേരി വീട്ടിൽ ശശികുമാറിന്റെ മകൻ ഷാജി 24 വയസ്സ് എന്നിവരെയാണ് ഗുരുവായൂർ ACP RK ജയരാജ്, ഗുരുവായൂർ CI KG സുരേഷ്, പാവറട്ടി SI PS സുനിൽകുമാർ, ASI സുഗു, സിവിൽ പോലീസ് ഓഫീസർമാരായ സുരേഷ്, അനിൽ, ബസന്ത് എന്നിവരടങ്ങിയ പോലീസ് സംഘം ഗുരുവായൂരിൽ നിന്നും അറസ്റ്റ് ചെയ്തത്. പ്രതികളെ തെളിവെടുപ്പിന് ശേഷം കോടതിയിൽ ഹാജരാക്കുമെന്ന് ഗുരുവായൂർ CI KG സുരേഷ് പറഞ്ഞു. വ്യാഴാഴ്ച രാത്രി 10 മണിയോടെ CPM BJP പ്രവർത്തകർ തമ്മിലുണ്ടായ സംഘടനമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. CPM പ്രവർത്തകനായിരുന്ന മുജീബ് റഹ്മാന്റെ രക്തസാക്ഷിത്വ ദിനാചരണത്തോടനുബന്ധിച്ച് ബ്ലോക്ക് സെന്ററിൽ തോരണങ്ങൾ കിട്ടുകയായിരുന്ന CPM പ്രവർത്തകരും കാറിൽ ഇവിടെ എത്തിയ BJP പ്രവർത്തകരും പരസ്പരം കളിയാക്കിയതിനെ തുടർന്നാണ് സംഘടനം ആരംഭിച്ചത്. സ്ഥലത്തെത്തിയ പോലീസ് പിരിച്ചുവിട്ട സംഘങ്ങൾ വീണ്ടും എത്തി തർക്കം തുടരുകയും കൊലപാതകത്തിൽ കലാശിക്കുകയുമായിരുന്നു. പ്രദേശത്തെ സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് പാവറട്ടി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വൻ പോലീസ് സന്നാഹം വിന്യസിച്ചിട്ടുണ്ട്. കമ്മീഷണർ P വിജയൻ, ഗുരുവായൂർ ACP RK ജയരാജ്, സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് കമ്മീഷണർ P രാധാകൃഷ്ണൻ, ഗുരുവായൂർ CI KG സുരേഷ്, വലപ്പാട് CI M സുരേന്ദ്രൻ, പാവറട്ടി SI സുനിൽകുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നത്. ഇന്ത്യൻ റിസർവ് ബറ്റാലിയനിൽ നിന്നുള്ള സംഘവും സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി സ്ഥലത്തെത്തിയിട്ടുണ്ട്. പാവറട്ടി മേഖലയിൽ നിലനിന്നിരുന്ന സംഘർഷാവസ്ഥയ്ക്ക് അയവ് വന്നിട്ടുണ്ട്. മുല്ലശ്ശേരിയിൽ സമാധാന അന്തരീക്ഷം ഉറപ്പുവരുത്തണമെന്ന് മണലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി അടിയന്തര യോഗം ആവശ്യപ്പെട്ടു.
നാട്ടിലെ സമാധാന ജീവിതം തകർക്കുന്ന CPM-ന്റെ കൊലപാതക രാഷ്ട്രീയം അവസാനിപ്പിക്കാൻ പൊതുസമൂഹവും രാഷ്ട്രീയ പാർട്ടികളും പോലീസ് അധികൃതരും സജീവമായി രംഗത്തിറങ്ങണമെന്ന് മണറൂർ ബ്ലോക്ക് കമ്മിറ്റി അടിയന്തര യോഗം ആവശ്യപ്പെട്ടു. ഉമ്മൻചാണ്ടി സർക്കാർ നടപ്പാക്കുന്ന ജനക്ഷേമ പ്രവർത്തനങ്ങൾ തകർക്കുന്നതിനു വേണ്ടി CPM ആസൂത്രിതമായി നടത്തുന്ന ഇത്തരം പ്രവർത്തനങ്ങളെ അവജ്ഞയോടെ തള്ളിക്കളയണമെന്നും അക്രമികൾക്കെതിരെ സർക്കാർ മുഖം നോക്കാതെ കർശന നടപടി സ്വീകരിക്കണമെന്നും യോഗം പ്രമേയത്തിലൂടെ നിർദ്ദേശിച്ചു. മണലൂർ ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റും ജില്ലാ പഞ്ചായത്ത് മെമ്പറുമായ PK രാജൻ അധ്യക്ഷത വഹിച്ചു. DCC മെമ്പർ ക്ലമന്റ് ഫ്രാൻസിസ്, മണ്ഡലം പ്രസിഡന്റുമാരായ PK മൂസ, AT ആൻഡോ, അഡ്വക്കേറ്റ് ജോസഫ് ബാച്ചു, സുനിൽ കുന്നത്തുള്ളി തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്ത് പ്രസംഗിച്ചു. മുല്ലശ്ശേരിയിൽ കൊല്ലപ്പെട്ട BJP പ്രവർത്തകൻ ഷാരോണിന്റെ വീട് മുൻ മന്ത്രി VM സുധീരൻ, MLA PA മാധവൻ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ PK രാജൻ, KPCC മെമ്പർ PK ഖാദർ സാഹിബ് തുടങ്ങിയവർ സന്ദർശിച്ചു. ഇനിയൊരു ഇടവേള.